നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഞാനിപ്പോൾ ജയശങ്കർ വക്കീലും കേരള കൗമുദിയുടെ റിപ്പോർട്ടറായിട്ടുള്ള ഒരു ചർച്ച, അതേക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണെന്ന് പറയാറ് നിങ്ങൾക്ക്. അത് ആ ഗ്രൂപ്പിൽ നിന്ന് ചില വിങ് അല്ല അഭിപ്രായം. ഇപ്പം വി രാജേഷിനെതിരെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. രാജേഷ് പണം വാങ്ങി കോൺഗ്രസിനെ സഹായിച്ചു എന്ന്. അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണം. പെട്ടെന്ന് മനസ്സിലാവില്ല, അതല്പം മനഃശാസ്ത്രം വെച്ച് മനസ്സിലാവുള്ളൂ. അതായത് രാജേഷ് അവിടെ കോൺഗ്രസ് വേണ്ടി കാൽവാരിയില്ലായിരുന്നെങ്കിൽ ശ്രീമാൻ ചന്ദ്രശേഖരന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു എന്നൊരു ധ്വനിയുണ്ടതിൽ. അപ്പോൾ രാജേഷ് കാൽവാരിയത് കൊണ്ടാണ് അവിടെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. മനസ്സിലായത് നിങ്ങളുടെ പോയിന്റ്? അല്ല, അഴിമതി കാര്യം ബി ജെ പിയിൽ അഴിമതി ചെയ്യാത്ത ഏത് നേതാക്കളുള്ളത്? കേരളത്തിലെ നേതാക്കൾ ഏത് നേതാക്കളുള്ളത്? എല്ലാവരും അഴിമതി ചെയ്ത് കോടികൾ സമ്പാദിച്ചതാണ്. കോടികൾ. രാജേഷ് മാത്രമൊന്നുമില്ല, കെ ആർ രാധാകൃഷ്ണൻ, എല്ലാവരും തട്ടിപ്പിൽ കൂടിയും വഞ്ചിൽ കൂടിയും കൈക്കൂലി വാങ്ങിച്ചും കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു മണിമാണികൾ പണിയാണ് കേരളത്തിൽ. എനിക്കത് പല സ്ഥലമുണ്ട്, ഒക്കെ ബി ജെ പിയുടെ ആൾക്കാർ. അവിടെ ചിലപ്പോൾ അത് ബി ജെ പിയുടെ ആളാണ്. മണിമാണികൾ, മണി സൗദങ്ങൾ. അപ്പോൾ രാജേഷ് അഴിമതിയല്ല കാരണം. ആൾക്കാർ ഒരു ധ്വനി ഉണ്ടാക്കുകയാണ്. ആ ധ്വനി തന്നെ ഒരിക്കലും പറയാം, നിങ്ങൾ മനസ്സിലാക്കണം. വി രാജേഷ് കാല് മാറി കോൺഗ്രസ് സഹായിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കുമായിരുന്നു. എന്നുവെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു നിൽക്കുകയാണെന്ന് അർത്ഥം. അതുപോലെ മറ്റൊരു കാര്യം മനോരമയെക്കുറിച്ചാണ്. മനോരമയിൽ നോമ്പ് സംബന്ധ കാലത്ത് ഒരു മൗലവി എന്തോ എഴുതി ബൈബിളിനെ കുറിച്ച് മോശമായിട്ടാണ്. അതിൻ്റെ പേരിൽ ക്രിസ്തങ്കിയും കാസയും സഭ ദീപികയുടെ ആൾക്കാർ സഭയൊക്കെ ഉണ്ടോ പത്രക്കെട്ടിൽ കത്തിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മൾ സാധാരണ എന്ത് വിചാരിക്കുക? കേട്ടോ, മനോരമ അങ്ങനെ എഴുതു. നമ്മളെല്ലാവരും മനോരമ പ്രോത്സാഹിക്കും, പ്രത്യേകം മുസ്ലിം സമുദായത്തിൽ. മനോരമ ഇപ്പോൾ അല്പം ക്ഷീട് നിൽക്കുക. അപ്പോൾ മുസ്ലിം സമുദായം ഈ എണ്ണ കൊണ്ട് അവരെല്ലാവരും കൂടുതൽ എണ്ണ വേണ്ടേ? അല്ലാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 40% 10% വ്യത്യാസമല്ലേ, 30% കൂടുതലേ. അവരൊന്നും കൂടി കണ്ണ് തുറന്നാലേ മനോരമയ്ക്ക് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ മനോരമ അതിൽ പുറകിൽ കളിച്ചിട്ടുണ്ടെന്ന് ആരും പറഞ്ഞ് സംശയിക്കാൻ പറ്റുമോ? അപ്പോൾ രണ്ട് കാര്യമാണ്. ഒരു പെടിക്ക് 100 പക്ഷി. മനോരമയ്ക്ക് സർക്കുലേഷൻ കൂടുതൽ കിട്ടും, കാസയുടെയും സഭയ്ക്കുമൊക്കെ പ്രചരണം കിട്ടും. പിന്നെ അതിൻ്റെ പേരിൽ മനോരമയ്ക്ക് കൊടുക്കാമല്ലോ, പ്രചരണം കിട്ടും. അതുകൂടി ഇല്ലേ എന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ സംശയം പറയാണ്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന അടിയൊഴുക്കുകൾ തട്ടിപ്പിനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തട്ടിപ്പും വഞ്ചനയും പാവപ്പെട്ട് ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഒരു അധംബിച്ചൊരു രാഷ്ട്രീയ ജീവിതം കേരളത്തിലോ ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ബി ജെ പി വന്നതിന് ശേഷം എന്തിനും പണം കൊടുത്ത് വേണം, യാതൊരു നീതിയില്ല. കണ്ടില്ലേ, ബലാത്സംഗം ഒരു പെൺകുട്ടിയെ മാറി പിടിക്കുന്നു, പാവട അഴിക്കുന്നതും വലിച്ചു കൊണ്ടുപോകുന്നതും ബലാത്സംഗമല്ല. ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞാൽ യു പിയിലെ, അതുപോലെ സുപ്രീം കോടതി തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ കോടക്കണക്കിന് രൂപയുടെ നോട്ട്. എന്താ ഇവിടെ പോയി നീതി എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലില്ല. എന്തൊക്കെ തർക്കം വന്നാലും പടക്കം വന്നാലും നീതിയില്ല. എല്ലാം സ്വാർത്ഥ താല്പര്യം മാത്രം. സ്വാർത്ഥ താല്പര്യമാണെങ്കിലും പോട്ടെ, അത് അന്യായമായിട്ട് അനീതിയായിട്ട് നടക്കുന്നു. സങ്കടമുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ ജനിച്ചതിൽ പണ്ട് നമുക്ക് ദുഃഖം തോന്നി. ഇപ്പോൾ ഇന്ത്യക്കാർ പറയാൻ പോകുന്നതാണ്. അത്ര കണ്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന അനീതിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാലേ, ഈ നമ്മുടെ ജയശങ്കർ വക്കീൽ ആള് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ RSSൻ്റെ ഒരു പരമേശ്വർജി ബുദ്ധിജീവി. ആ പരമേശ്വർജി കഴിഞ്ഞവർ ജി എന്നൊരാൾ വന്ന്, പക്ഷെ അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ ഇപ്പം പകരം വന്നിരിക്കുന്ന ബുദ്ധിജീവി സംഘപരിവാറിന് വാദിക്കുന്ന ആൾ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറാണ്. ഒരു വിരോധാഭാസം നോക്കണേ. ആ അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നും എവിടെ? ഇന്നും CPIയുടെ ഹൈക്കോടതി മണ്ഡലത്തിലെ അവിടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്താണ്? ഇത്രയും LDFിനെയും പിണറായി സഖാവിനെയും ദുഷിച്ച് പറയുന്ന ഒരു ആള് CPI ആണ്. അപ്പോൾ CPIക്കും CPI-എമ്മിനൊക്കെ പറ്റി തകരാറെന്നറിയുമോ?
CPI കുറേ കാലം ഈഴവനായത് പ്രാപിക്കേണ്ടത്. ഈ ഇന്നാൾ മരിച്ച ആൾ വന്നതിന് ശേഷമാണ് ഈവർ മാറ്റി ദളിത് പിന്നെ നായർക്ക് പ്രാപിക്കാൻ വന്നത്. ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കംപ്ലീറ്റ് ഭരിക്കുന്ന നായർ സമുദായമാണല്ലോ. അതിവിടെ മാത്രമല്ല, ഡൽഹിയിൽ ഇതിപ്പോൾ വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് അറിയാലോ, പാർട്ടി 1964 പിളർന്നതിന് മുൻപ് 63 മറ്റോ പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ 11 പേരായിരുന്നു. അന്ന് മാവോസെ കാണാൻ പോയി. പ്രിയമുള്ള സഖാക്കളെ, ഈ സവർണ അല്ലാതെ പിന്നോക്ക സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇവരെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, പറ്റിക്കണം, വഞ്ചിക്കുന്നത്. അപ്പം മാവോസെ കാണാൻ പോയപ്പോൾ അവിടെ മാവോ സംസ്ഥാനത്ത് 11 പേരുണ്ട് പൊളിറ്റ് ബ്യൂറോയിൽ. അതിൽ 9 പേരും 2% ബ്രാഹ്മിൻസ്. ഒരു കാക്കായുണ്ട്, ഒരു നായരാണ് സംശയമുണ്ട് ഉണ്ട്. അത് 9 പേരും ബ്രാഹ്മിൻസ് തന്നെ. അപ്പം മാവോ ചോദിച്ച്, ഈ 2% ബ്രാഹ്മിൻസിനെ കൊണ്ട് നിങ്ങൾ 9 പേരും അതിൽ നിന്ന് വച്ചാൽ എങ്ങനെ ഇന്ത്യയിൽ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് മാവോ നേരിട്ട് ചോദിച്ച്. ചരിത്രമാണ് അദ്ദേഹം ചോദിച്ചത്. എത്ര ശരിയാ? 100 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ട്, CPI വന്ന് CPM വന്നിട്ട് 64 64 വിട്ട് എത്ര വർഷമായിപ്പോൾ? 64 വിട്ട് 46 46 66 77 75 നൂറ്റാണ്ടാവുന്നു. ഇന്നും ഇന്ത്യയിൽ CPMൻ്റെ അവസ്ഥ എന്താ? CPIയുടെ അവസ്ഥ എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസ്ഥ എന്താ? അത് യാതൊരു മാറ്റമില്ല. ഇപ്പോഴത്തെ ആൾ പ്രകാശ് കാരാട്ടിൽ പ്രകാശ് കാരൻ്റെ ഭാര്യയെ ആക്കാൻ പോണ് പൊളിറ്റ് ബ്യൂറോയിൽ സെക്രട്ടറി ആയിട്ട്. മറ്റേ അദ്ദേഹം മരിച്ചുപോയില്ല പെട്ടെന്ന്. അപ്പോൾ ഒരു കാരണവശാലും CPI പിന്നെ അവർ രാജയാക്കിയത്. CPI അത് ദളിതുകാരാണ്. അതായത് രാജ കല്യാണം കഴിച്ചു, ആനി രാജയായത്. ഓക്കെ, അപ്പോൾ CPIക്ക് പിന്നെയുണ്ട്. പക്ഷെ CPM ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ പാർട്ടി അല്ലെങ്കിൽ സവർണ പാർട്ടി. അതിൻ്റെ കേരളത്തിൽ കളിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴേ ഇത് 1 ലക്ഷത്തോളം വോട്ടാണ് കൂടുതൽ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, വളരെ സുഹൃത്തുക്കളാണ്. കെ രാധാകൃഷ്ണനേക്കാൾ 1 ലക്ഷത്തോളം ഈ പെണ്ണിന്, ഈ സ്ത്രീക്ക് ശോഭ കൂടുതൽ കിട്ടി. എന്താ കാരണം? കോൺഗ്രസ്സുകാർ കാലുവാരി അതായത് KC വേണുഗോപാലിന് അവിടെ വന്ന് മത്സരിക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് ഒരു വിഭാഗത്ത് ഒട്ടും ഇഷ്ടമായില്ല. അത് വളരെ തെറ്റായിപ്പോയി. കാരണം അവിടുത്തെ രാജസ്ഥാനിൽ രാജ്യസഭ മെമ്പർ BJPക്ക് കിട്ടി. ഇദ്ദേഹത്തിന് ഇനി ഈ സമയം 2 വർഷമുണ്ട്, അപ്പോഴാണ് പോകുന്നത്. ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുമോ? അല്ല, അവർ വോട്ട് ചെയ്യുന്നത് BJPക്കേ ഉള്ളൂ. അത് BJP ജയിക്കില്ല, എന്നാൽ വോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല ശതമാനം വോട്ട് മാറി. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരോ, കമ്മ്യൂണിസ്റ്റ് ഈഴവന്മാരെന്ത് പറ്റി? ഈ മന്ത്രിസഭയിൽ 21 മന്ത്രിയുള്ളതിൽ 12 പേര് ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 12 പേര് നായർ സമുദായത്തിൽപ്പെട്ട്. വെള്ളാപ്പള്ളിക്ക് സഹിക്കുമോ? പക്ഷെ വെള്ളാപ്പള്ളി മിണ്ടാത്ത കാരണം പിണറായി സഖാ പറയും, ചേട്ടാ ചതിക്കല്, ഞാൻ മുഖ്യമന്ത്രിയാണ്, ഇനി 3ാമത് വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കണ്ണടിച്ചിരിക്കുന്നത്? 5 പേര് മറ്റേ ഈഴവനുള്ളൂ. ജനസംഖ്യയിൽ 4-1 സഹിക്കുമോ? ആരും ചോദിച്ചോ? കാരണം അവിടെ സവർണ നിയന്ത്രിക്കും, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് നായർ സമുദായം ഒരു ഇഷ്ടക്കുറവില്ല, വളരെ മാന്യന്മാരാണ്. പക്ഷെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുക അവരാണെന്നുള്ളൂ. ഡൽഹിയിലാണ് ഈ ബ്രാഹ്മിൻസ്. അപ്പോൾ ജയശങ്കറിൻ്റെ ഒരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, UDF മണ്ടന്മാരെ കോൺഗ്രസ്സുകാർക്ക് മറുപടി പറയാൻ അറിയില്ലല്ലോ. UDF 4 വിഭാഗത്തിൽ തഴയുന്നു. അത് ഇദ്ദേഹം ഇപ്പോഴേ പല കാര്യമായി, പല നാളായി പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വിളിച്ച് പറയട്ടെ, അദ്ദേഹം മുഖത്തോ ഈടോ ജയശങ്കറെ ഇത് കേൾക്ക്. അവരൊന്നും പറയുന്നില്ല, ഞങ്ങളത് പറയാം. അത് ഞങ്ങൾ മാത്രം. ജയശങ്കറിൻ്റെ ഗുരുതൊട്ടപ്പെടുന്നല്ലോ നമ്മുടെ വന്നത്ത് പത്മാവജി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ജനിച്ച ചോനും നശിച്ച കാക്കായും പിഴച്ച നായരും, ഈ 3 വർഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. ഈ ജനിച്ച ചോൻ കമ്മ്യൂണിസ്റ്റ് വന്നത്ത് പത്മാവജി പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് അതല്ലേ. ഇന്ന് കേരളത്തിൽ ജയശങ്കർ വക്കീലിനോട് കേൾക്കാൻ വേണ്ടി കേട്ടാലും അയാൾക്ക് മനസ്സിലായാലും അയാൾ പറയില്ല, കള്ളത്തിന് കാണിക്കാണ്. എടോ 70 മുതൽ 80% വോട്ട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ LDF കൊടുത്തിരിക്കുന്നത് ഈഴവൻ. 25% ഈഴവനിൽ നിന്ന് 80% വരെ കഴിഞ്ഞ. അതുമുമ്പ് 70-75 വരെ ഉള്ളൂ. ഇത്തവണ 80 കൊടുക്കാനും പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ട്, 2ാമത് മുഖ്യമന്ത്രി ആയതുകൊണ്ട്. ഇനി 3ാമത് മുഖ്യമന്ത്രിയാണ് ഈഴവൽ മുഴുവൻ. പിന്നെ 10% കൂടി 90% LDF വോട്ട് ചെയ്യും.
ആകെയുള്ള ഈഴവരിൽ 90% വോട്ട് LDF കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ കമ്മീഷൻ നിൽക്കുമ്പോഴേ പിന്നെ UDF എത്ര സീറ്റ് കൊടുക്കാൻ പറ്റും? എന്നിട്ട് ഒരു 3 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 മന്ത്രി ഉണ്ടായി. മനസ്സിലാക്കണം. അത് പിന്നെ എണ്ണം വെച്ച് നോക്കിയാൽ തെറ്റ് കുറവ് തന്നെയാണ്. അതിനാണ് ഞങ്ങൾ പറയുന്നത്, ജനസംഖ്യാനുപാതികമായിട്ട് വേണം തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ സംവരണം വേണമെന്നുണ്ട്. പക്ഷെ അപ്പോൾ വോട്ട് ചെയ്തോണ്ട് നോക്കണം. 90% വോട്ട് LDF കൊടുത്തിട്ട് അവിടെ ജനസംഖ്യ ആനുപാതികമായിട്ട് 4-1 സ്ഥാനം കൊടുത്താൽ കെട്ടുവെച്ച കാശ് പോവില്ലേ? അത് ജയശങ്കർ പറയില്ല. ജയശങ്കർ ഒരു മാറ്റം വരുത്തി. കഴിഞ്ഞ ഏതാണ്ട് മാസം പറഞ്ഞ് ഈ ദളിതുകൾ എല്ലാം ഈ മറ്റേ മന്ത്രി ഏതാണ് പട്ടികജാതി വർഗ മന്ത്രിയാണ്, വേറെ ഒരാൾ കൊടുത്തില്ല. അത് ഇന്ന് അദ്ദേഹം തിരിച്ചു ഞങ്ങൾ ക്രിക്കറ്റ് കുത്തിയിട്ടാണ്, ഞങ്ങൾ ഉദാഹരണത്തിന് പലതും പറഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അല്ലാതെ ബാലൻ കീഴിലും ഒക്കെ കൊടുത്തിടുന്നത് ഭാഗ്യമാണ്. എന്തിനാ ജയശങ്കർ വക്കീല് നോക്കി വെച്ച് ഇങ്ങനെ നുണ പറയുക? നിങ്ങൾ സുന്ദരനായ മുഖമാണ്, നിങ്ങൾക്ക് ഒരുവിധ ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. എന്തിനാ 10 വോട്ട് സംഘപരിവാർ കിട്ടാൻ വേണ്ടി ഇത്രയും വളഞ്ഞും മാർക്കും ക്രൂക്കട്ട് മാർക്ക് എടുക്കുന്നത്? അതിന് വെള്ളാപ്പള്ളി കൂട്ടുപിടിക്കുന്നു. അപ്പോൾ 90% LDF വോട്ട് ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ ആൾക്കാർ ഈഴവന് എത്ര സീറ്റ് കൊടുക്കാൻ പറ്റും മത്സരിക്കാൻ വരുമ്പോൾ? ഇപ്പം പറയുന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അദ്ദേഹം പറഞ്ഞ ഭാഷയാണ്, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് കഴിഞ്ഞതിന് ശേഷം കൗമുദി ഒരു സർവേ നടത്തി എറണാകുളം ജില്ലയിൽ. അതിൽ കാര്യമായിട്ട് ഒന്നും സ്ഥാനം കിട്ടിയില്ല. ശരിയാണെന്നേ. ഇപ്പം അതുകൊണ്ട് ഇലക്ഷൻ മുമ്പേ നിങ്ങൾ കരയണം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ആ ശൈലിയ പറഞ്ഞത് നല്ല കാര്യം, നമുക്ക് തെറ്റൊന്നുമില്ല. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ആനുകൂല്യം കൊടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ അതുപോലെ വോട്ടും വേണം. അപ്പോൾ ജയശങ്കർ വക്കീൽ ഈഴവന് കിട്ടിയത് എന്തൊരു സങ്കടം. എന്നാൽ നായർക്ക് കൂടുതൽ കൊടുത്തപ്പോൾ എന്താണ് പിന്നെ പറയാത്തത്? പുള്ളിയുടെ വേറൊരു പ്രയോഗം ഇട്ടു, അതും മനഃശാസ്ത്രം മതി. നായർക്ക് കൂടുതൽ കൊടുത്ത് പുള്ളി ആവർത്തിച്ചാച്ച് പറയുന്നുണ്ട്, നായരെ നിങ്ങൾ സൂക്ഷിച്ചു, നിങ്ങൾക്ക് പിണറായി കണ്ടമാനം ആനുകൂല്യം, നിങ്ങൾ ഒരിക്കലും വോട്ട് മറിച്ചു ഏൽക്കരുത് എന്നുള്ള ഒരു സൂചന കൂടി ആ വാക്കിലുണ്ട്. ജയശങ്കർ നോക്കി അഗ്രഗണ്യ ബുദ്ധിമാനാണ്. അഗ്രഗണ്യ വളച്ച് തിരിച്ച് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന് പുള്ളി റിസർച്ച് ചെയ്താളാ. മനസ്സിലായില്ലേ? ഒരിക്കൽ പ്രസ് ക്ലബിൽ വെച്ച് ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ പെറ്റീഷൻ കൊടുക്കുക, അത് കഴിഞ്ഞ് കോടതി പോകാന്നൊക്കെ പറയും. അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പം അതുകൊണ്ട് അദ്ദേഹം എനിക്കറിയാം, വർഷമായിട്ട് അറിയുന്ന ആളാണ്, ഞങ്ങൾ വളരെ അടുത്ത ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് അല്ലെങ്കിലും അറിയുന്ന ആളാണ്. അപ്പോൾ 25% ഈഴ വിഭാഗത്തിൽ 90% വോട്ട് ഇത്തവണ വരാൻ പോകും. 90%. ഇത് കഴിഞ്ഞ പ്രാവശ്യം 80% വോട്ട് LDF ആകുമ്പോഴേ എങ്ങനെയാണ് അവരെ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഈ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? ഈഴവ നിർത്തിയാൽ ഇപ്പോൾ VM സുധീരനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണുന്നത്. സുധാകരനെ പറ്റുമോ ശാരീരികമായിട്ട്? അങ്ങനെ രാഹുൽ ഗാന്ധി കൊടുത്ത റിപ്പോർട്ട് എത്ര വികലമാണത്, എത്ര മണ്ടത്തരാണത്. 80% മുതൽ 90% വരെ വോട്ട് LDF കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു VM സുധീരൻ നിന്ന് എങ്ങനെ UDF പിടിച്ചെടുക്കാൻ പറ്റും? എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ശങ്കർ നിർത്തി, അതിനുശേഷം ഒറ്റ ഈഴവൻ നേതാക്കളില്ല കോൺഗ്രസ്സിൽ എന്ന് പറയുന്നത് ശരിയാണെന്നേ. എങ്ങനെ വരുന്നത്? കാരണം ജനങ്ങളിൽ നിന്ന് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു നല്ല ഒഴുക്കുണ്ടെങ്കിലേ അത് നേതാവരുള്ളൂ. ഈ നേതാക്കന്മാർ വരുന്നത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. അല്ല നേതാവായിട്ട് പിന്നെ ചന്ദലിൻ്റെ ഇറക്കുമതി ചെയ്തില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നാണ് നേതാക്കൾ വരുന്നത്. ഈ സമൂഹത്തിൽ 90 പേരും അപ്പുറത്തായി പിന്നെ എങ്ങനെ നേതാക്കൾ വരും? ഇത് ജയശങ്കർ പറയുന്നുണ്ടോ? 90% LDF കൂടിയാണ്, അതുകൊണ്ടാണ് പറ്റാറുള്ളത്. എന്തൊരു തട്ടിപ്പ്, വഞ്ചന, ചാതി നെറിവേടാണ് ഈ കൗമുദി പിണറായി കൂടി പിന്നെ ജയശങ്കർ ചെയ്യുന്നറിയോ? പബ്ലിക് അങ്ങോട്ട് മോശമാക്കാണ്. ഇതെല്ലാം കുറ്റം മുസ്ലിങ്ങളാണ്. എന്താ കാര്യം അറിയോ? പറഞ്ഞു കേൾക്ക്. അത് എപ്പോഴും പറഞ്ഞ വാക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ മുസ്ലിങ്ങൾ പീഡനം ചെയ്യുന്നു, ന്യൂനപക്ഷ പീഡനം ചെയ്യുന്നു എന്നാൽ അവർ ആകെയുള്ള പോരാ ഈ ക്രിസ്ത്യൻ്റെയും കാസിയുടെയും പിന്നെ മുസ്ലിങ്ങളുടെയും ഈ ജയശങ്കർ വക്കീലേക്ക് ആരോണതാണ്. എൻ്റെ പൊന്ന് ജയശങ്കർ വക്കീൽ, നിങ്ങൾ എന്തായി പറയുന്നത്? എന്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു പറഞ്ഞത്? എന്തെങ്കിലും കൊടുത്തുള്ളൂ? ഉള്ളത് അങ്ങോട്ട് പിടിച്ചെടുക്കുക അല്ലാതെ എത്ര പേർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്? പിന്നെ അതേ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യമാണ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വമാണ് സാമ്രാജ്യത്തെ എതിർക്കുക എന്നുള്ളത്.
അപ്പോൾ പലസ്തീനിൽ ഇസ്രായേൽ കൈ കയറുന്നത് അമേരിക്കൻ സാമ്രാജ്യ ശക്തിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് എതിർത്തേ തീരും. അത് കമ്മ്യൂണിസ്റ്റുകളുടെ മാനിഫെസ്റ്റോയിലാണ്, അല്ലെങ്കിൽ ആദർശത്തിലുള്ളതാണ്, അവരുടെ പോളിസിയാണത്. അപ്പോൾ പൗരത്വ ബില്ല് അതും ജനകീയമല്ല, സോഷ്യലിസമല്ല, മതേതരമല്ല, അത് ഏർക്കാണത്തില്ല. ഇതെല്ലാം മുസ്ലിംക്ക് വേണ്ടിയല്ല, പക്ഷെ മുസ്ലിംക്ക് വേണ്ടിയാണെന്ന് പ്രൊപ്പഗൻഡ ഈ കള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയും. അപ്പോൾ അത് മറ്റു കേട്ട് വിശ്വസിക്കും. അത് അവരുടെ ചുമതലയാണ്, അവരുടെ അവകാശമാണ്. എന്തൊരു ഈ രാഷ്ട്രീയത്തെ വിഭജിക്കാൻ നമ്മളല്ലേ. സത്യത്തെ ഈ പിണറായിയുടെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റും പിന്നെ ഇപ്പോൾ സഖാവ് പിന്നെ ജയശങ്കർ കൂടി അവിടെ വ്യഭിചരിക്കുകയാണ്. എന്നിട്ട് ഈ സമുദായത്തിൽ കൊച്ചാക്കാണ്. അത് തുറന്ന് അക്ഷരസ്ഫുടതയോടുകൂടി കാര്യകാരണ മറുപടി പറയും. എന്തോ കാക്കാപ്പരെ നിങ്ങൾ മടി കാണിക്കുന്നത്, എന്ത് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ മടി കാണിക്കുന്നത്, എന്ത് കോൺഗ്രസ് നിങ്ങൾ മടി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം ഈ കാക്കാമാർക്ക് ഉദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് ലീഗിനൊക്കെ അങ്ങനെ പറഞ്ഞ കാക്കാമാർ ഉപയോഗിച്ചാകട്ടെ, കോൺഗ്രസ് ഉണ്ട് 10 വോട്ട് കിട്ടട്ടെ, കമ്മ്യൂണിസ്റ്റ് ഉണ്ട് 10 കിട്ടട്ടെ. അതെല്ലാം തട്ടിപ്പും ചതിവാണ്. നമ്മൾ നിഷ്പക്ഷമായിട്ടും നിസ്വാർത്ഥമായിട്ടും നീതിപരമായിട്ടും സാമൂഹ്യ നീതി അനുസരിച്ച് പ്രവർത്തിക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപടി ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കിട്ട് അത്ഭുതമായി പോണു. 2.5% വോട്ടാണ് ഈഴവന് UDFിൽ കിട്ടുന്നുള്ളൂ ടോട്ടൽ. ആ 2% കിട്ടുന്നത് ഈഴവന് എങ്ങനെ പിന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെടാൻ പറ്റും? 2% കിട്ടുന്നുള്ളൂ നായർ വിഭാഗത്തിൽ നിന്ന്. ആ 2% നായർ വിഭാഗത്തിൽ വോട്ട് കിട്ടുമ്പോൾ 100% അവർക്ക് എങ്ങനെ മുഖ്യമന്ത്രി അവർക്ക് മാത്രമേ തോന്നുന്നു. എങ്കിലും 40% മുസ്ലിം സമുദായം സമ്മതിക്കുകയാണെന്നേ, മനസ്സുകൊണ്ട് സമ്മതിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് സമ്മതിക്കുകയാണ്, യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ. അവിടെ എന്താണ് വാട്ട് ഓൺ അവർ മെരിറ്റ്സ് ബട്ട് ഓൺ ഇറ്റ്സ് ഗ്രേസ്. നാം ഇത് നേടി എന്നല്ല, നാം ഇത് കൊടുത്തു എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് നമുക്ക് മറ്റ് ഇതര സമുദായങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും. കൊള്ളാം, മുഖ്യമന്ത്രി സ്ഥാനം കൊള്ളാം, നല്ല കാര്യം, അവർ എടുക്കട്ടെ. 2% മാത്രം വോട്ട് കിട്ടുന്ന ഒരു സമുദായത്തിന് 98% നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളാവോ, ചെറുകുണിയാവോ, വലിയ കുണിയാവോ, മറ്റേ സതീശനാവോ, മുരളിയാവോ, ശശി തരൂരാകോ, ആകാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് വർഗീയവാദികൾ ചിന്തിക്കാൻ പറ്റുന്നത്? ഞാൻ ഈ കാസിയോടും ക്രിസംഗിയോടും മുസംഗിയോടും ജയശങ്കറും ഒക്കെ ചോദിക്കണേ, ഈ സമുദായം മാതൃകാ സമുദായമല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമുദായം എങ്ങനെ വർഗീയമാകും? 40% ആ സമുദായത്തിന് വേണ്ട 2% വോട്ട് കിട്ടുന്ന UDFിൽ നായർക്ക് കൊടുക്കണം എന്ന് വാദിക്കുന്ന മുസ്ലിം സമുദായം, ലീഗ് ഉൾപ്പെടെ സമുദായം എങ്ങനെയാണോ വർഗീയവാദിയാകുന്നത്? എങ്ങനെയാണ് ദേശദ്രോഹികളാകുന്നത്? മണ്ഡലത്തിലും അത് കണക്ക് വേണം. ഇതൊക്കെ ഏതെങ്കിലും നേതാക്കൾ പറയാനൊക്കെ അറിയാവോ? അത് പഠിക്കണം, അത് പാടുണ്ട്. ഞങ്ങളെപ്പോലെ 10-67 വർഷം ഇത് തന്നെയായിരുന്നു പഠനം. അവിടെ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓഫറായിട്ട് എഴുതി വായിക്കല്ല, ഓഫറായിട്ട് പറയാൻ കാരണം നിരന്തരമായ പഠനത്തിലൂടെ, വായനയിലൂടെ, ചിന്തയിലൂടെ, പ്രവൃത്തിയിലൂടെ, മറ്റുള്ള സഹകരണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പം പറയുന്നത്. അതാണ് കാണാപ്പാടം പറയുന്നത്, എഴുതി വായിക്കുന്നതല്ല, എഡിറ്റ് ചെയ്തല്ലത്. മറ്റു പലരും എഴുതി വായിക്കുകയാണ്, അതല്ല. ഞങ്ങൾ കാണാൻ പറയാൻ കാരണം ഞങ്ങൾ അതിൽ തീയിൽ ജനിച്ച് വെയിലത്ത് വാടൂല മുമ്പിൽ അതിൽ തന്നെ കിടന്ന് കളിച്ച കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിൽ കൂടുതൽ 67 വർഷക്കാലം. അതാണ് ഇങ്ങനെ ഓഫനായിട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ മറ്റേ ഇതര സമുദായത്തിലെ ബുദ്ധിജീവികളെ അടങ്ങൊരു ഗ്യാങ് ഉണ്ട്. എന്ത് സംശയം അത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമുക്കൊരു സംശയം തോന്നി നമ്മളത് അവർ ചോദിക്കും, അപ്പോൾ അവർ പറഞ്ഞു തരും. ഞങ്ങളെക്കാളൊക്കെ ബുദ്ധിജീവികളും പിന്നെ വലിയ ഫിലോസഫിസ്റ്റുകളൊക്കെയാണ്, അവർ കിട്ടും. അപ്പോൾ ജയശങ്കർ വക്കീൽ മനസ്സിലായോ? ആദ്യമായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ജയശങ്കർ വക്കീൽ ആ കാര്യം ഇതൊക്കെ 2014 തൃശ്ശൂർ ഞാൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു, ജനതാ യുവിൻ്റെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ. അന്ന് അവിടെ കൊണ്ടുവന്ന് ധനപാലിനിട്ട്. അപ്പോൾ ചാലക്കുള്ളാനും ധനപാലം ജയിച്ചത് ഒരു പക്ഷേ തൃശ്ശൂർ PC ചാക്കോ നിൽക്കാൻ ജയിച്ചത്. 2 മത്സരം PC ചാക്കോ വേണ്ടി അത് ACC കൈകാലൊടിച്ച്. അത് ജയശങ്കർ പറഞ്ഞത് ശരിയാണ്. ഒരു നായരിയാണെങ്കിൽ ACC ചെയ്യില്ല, ഒരു ഈടുവിനായിട്ട് ചോദിക്കുക ആളില്ല, എന്നിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തു. ഇയാളെ കൊണ്ടുവന്ന് തൃശ്ശൂരിട്ട് അയാളും തോറ്റു, ഇവിടെ ചാക്കോയും തോറ്റു. അതാണ് കോൺഗ്രസ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. എന്താ മിണ്ടാൻ പറ്റത്ത്? വോട്ട് മുഴുവൻ പിന്നെ
LDF പോവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 6 ശങ്കണ്ടായിരുന്നു. 6 ശങ്കർ കൊല്ലത്ത് നിന്നിട്ട് തോറ്റിപ്പിച്ചു കളഞ്ഞ്. കൊല്ലം മണ്ഡലത്തിൽ നല്ല ശതമാനം ഈഴവരാണ്. എന്നിട്ട് തോൽപ്പിച്ച് എന്താ കാരണം? 6 ശങ്കർ കോൺഗ്രസ് ആണ് ഈഴവരുടെ ധാരണ. ഈഴവരെല്ലാം കമ്മ്യൂണിസ്റ്റാണ് കോൺഗ്രസ് ധാരണ. ഇത് രണ്ടും വെച്ച് നോക്കിയപ്പോൾ ശങ്കർ തോൽപ്പോയി. പിന്നെ മയ്യഴിയോ മലപ്പുറം ജില്ല പോയി എന്നാ ജയിച്ചത്. അതൊക്കെ ശരിയാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കില്ല, പൂവാമൈ എന്നെ വാട്ടാമൈ. ഞാൻ ആരാണ്, എൻ്റെ പോരായ്ക എന്താണ്, ഞാൻ ആരാണ്, അത് ഈഴവർ മനസ്സിലാക്കണം. അത് വെള്ളാപ്പള്ളി മനസ്സിലാക്കണം. ഇനി ഏത് കാലത്ത് 10-90 വയസ്സായ വെള്ളാപ്പള്ളി എന്ത് മനസ്സിലാക്കാനാ? എന്നിട്ട് പരിഹാരം കണ്ട. ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചോദ്യം ചെയ്യണം. ഞങ്ങൾക്ക് എവിടെ ജനസംഖ്യ ആനുപാതികമായിട്ട് ഞങ്ങൾ സ്ഥാനം എവിടെയെന്ന് ചോദിക്കണം. ആരോടെ ചോദിക്കുന്നത്? പിണറായി വിജയൻ ചോദിച്ചു പറ്റും. അയാൾ ഈഴവരല്ലേ? ഈഴവരല്ല വാസ്തവം, അയാൾ തീയരാണ്. തീരിപ്പോൾ സവർണ്ണ ജാതി വേണമെന്ന് വെച്ച് കഴിഞ്ഞ മാർച്ചിൽ കണ്ണൂരിൽ വലിയ 10,000 പേര് പങ്കെടുത്ത് സമരം നടത്തിയിട്ടുണ്ട്. അവർക്ക് പിന്നോക്ക് പറയാൻ നാണക്കേടെന്ന് പറയാം. ഞങ്ങൾ മുന്നോക്ക് ജാതി തന്നെയാണ്. ഇപ്പം എല്ലാം മുന്നോക്കിൽ പോകണല്ലോ. ഇപ്പം സുരേഷ് ഗോപിയല്ലേ എനിക്ക് അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണൻ ജനിക്കണം, എന്നിട്ട് ബ്രാഹ്മണന് കാല് പിടിക്കണം, കാല് കഴുകി വെള്ളം കുടിക്കുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നായരായിട്ട് പോലും അവന് 70,000 പറയണം. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി നിങ്ങൾ പറയണം, എവിടെ ഞങ്ങൾക്ക് ജാതി സമുദായത്തെ എണ്ണ അനുസരിച്ച് ഞങ്ങൾ സ്ഥാനമാനങ്ങൾ വേണം. 90% വോട്ട് ചെയ്ത് നിങ്ങൾക്കാണ്. ആലോചിച്ച് നോക്ക്, 12ഓളം മന്ത്രി, ആകെ 20-21 12ഓളം ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ നായർ വിഭാഗം കൊടുത്തു. 9% കേരളത്തിൽ. അത് 25% ഈഴ് കൊടുത്ത 4-5 അത് അപ്രസക്തമായ ഒപ്പാണ്. പിന്നെ വെള്ളാപ്പള്ളി സഹിക്കുമോ? എന്നിട്ട് പിണറായി പറഞ്ഞ ചേട്ടാ ചതിക്കൽ ഞാൻ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് കഴിയുന്നതും മിണ്ടായിരിക്കുന്നത് വെള്ളാപ്പള്ളി മിണ്ടായിരിക്കുക. എന്നിട്ട് എടുക്ക് വെള്ളാപ്പള്ളിക്ക് ഒരു ഒരു ഹാലിളകി. എന്നിട്ട് അവസ്ഥ മാറി. ഞങ്ങൾ മാത്രമാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്തത്, ബാക്കി എല്ലാവരും ജാതി നോക്കി വോട്ട് ചെയ്യുന്നത്. അതിന് പോയിട്ടുണ്ട്, ലൈകില്ല. അതാ സംഗതി. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ CPM വോട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ മാറണം. അത് മാറുന്നുണ്ട്. പക്ഷെ അത് BJPയിലേക്ക് പോകണേ. അതതിനേക്കാൾ അപകടം. ഇപ്പം നിങ്ങൾ BJP പോയിട്ട് എന്താ കാര്യമില്ല. ഇപ്പോൾ തൽക്കാലമൊന്നും കേരളത്തിൽ ഭരണം കിട്ടില്ല. ബട്ട് വിശ്വകർമ്മ എന്നുണ്ട്, 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ RSSന് വേണ്ടി കോട്ടയത്ത് ജാഥ നടത്തി. അതിൽ എൻ്റെ സുഹൃത്താണ് എൻ്റെ പ്രസിഡൻ്റ് ആയതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ 1 ലക്ഷം പേര് പങ്കെടുപ്പിച്ച് നിങ്ങൾ സീറ്റുകളും കിട്ടില്ല. നിങ്ങൾ 50,000 പേര് പങ്കെടുപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പായി തന്നരുത്. ഞാൻ ചെയ്താൽ യൂലാണ് അതിൽപ്പെട്ടോ. അപ്പം അങ്ങനെയാണ് സംഗതി നടക്കുന്നത്. ഇതൊന്നും പറയാതെ അന്ധമായിട്ട് ഈ സമുദായത്തെ മാത്രം മോശമായി ചിത്രീകരിക്കുക. എത്രയൊക്കെ കിടന്നു കൊടുത്താലും താഴ്ന്നു കൊടുത്താലും ചവിട്ടിക്കയറാണ്. അത് വേണ്ട, അങ്ങനെ ചവിട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് കേരളത്തിലെ മുസ്ലിം മനസ്സിലാക്കുക, നിങ്ങളിവിടെ ഒന്നും അല്ലാന്ന് മനസ്സിലാക്കുക, ഒന്നും അല്ലെന്ന് ചിന്തിക്കരുത്. നിങ്ങളിവിടെ ശക്തരാണ്, എല്ലാ നിലയ്ക്കും വെൽറ്റിടൂ. അതുകൊണ്ട് മുന്നോട്ട് പോകണം. അത് നമുക്കൊരു സ്വയം വിശ്വാസം ഇല്ലെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പം ആദ്യമായിട്ട് നമ്മളിവിടെ ആർക്കും പുറകിലല്ല, നമുക്ക് മുന്നേറാനുള്ള എല്ലാ സാഹചര്യവും സന്ദർഭവും ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുക. എന്നിട്ട് ആരെയും എതിർക്കാതെ ആക്രമിക്കാതെ ദേശീയ ധാരയിൽ നിന്നുകൊണ്ട് ഈ മുസ്ലിമിൻ്റെ പേര് മാറ്റി മുസ്ലിം ലീഗ് മുസ്ലിമിൻ്റെ പേര് മാറ്റിയെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇന്ത്യയിൽ 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകായിരുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞില്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരും ലീഗായിട്ട് ചോദിക്കുകയാണ്, വേറെ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ജനസംഘം ജാതി പാർട്ടി ഉപയോഗിക്കാതെ ഭാരതീയ ജനതാ പാർട്ടി ഇട്ട് അവർ ഭരിക്കല്ലേ. എനിക്ക് കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി. അദ്ദേഹം എല്ലാം വിലക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാം വിലക്കെടുക്കാൻ ഉദ്ദേശിച്ച് മാത്രമല്ല, അദ്ദേഹം ഇവിടെ ജാതീയമായിട്ടുള്ള വലിയ ധ്രുവീകരണം ലഹള ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ശക്തമായിട്ട് ലഹളയാണ് പറയുന്നത്. അല്ലെങ്കിൽ കളമശ്ശേരിയിൽ ഒരു ക്രിസ്ത്യാനിയാണത് ചെയ്യുന്നതിട്ടും പുള്ളി ആദ്യം പറഞ്ഞ വാക്ക് പിൻവലിച്ചില്ലല്ലോ. എന്നിട്ട് പറയും അത് ഇതാണ് ഗസയിലെ പലസ്തീനത്തെ അവർക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അത് വർഗീയമാണ്. ഈ ഇദ്ദേഹം പറഞ്ഞോ അത് പലസ്തീനിലെ ആൾ വന്നാണ്, അവർ ഗ്രൂപ്പാണ്, ഇവിടെ ചില സുഡാപ്പികളാന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റ് തിരുത്തിയിട്ട് പോലും വാർത്താ മാധ്യമങ്ങൾ വണ്ടൊക്കെ നേരത്തുള്ളൂ. ഇയാൾ വാക്ക് മാറ്റി, ഇപ്പോഴും വാക്ക് മാറ്റില്ലെന്നില്ലായിരുന്നു. അത് സുഡാപ്പികളോ അല്ലെങ്കിൽ ഗസയിലെ പലസ്തീൻകാരിലെ മറ്റു ഗ്രൂപ്പുണ്ടല്ലോ, ഹമാസുകാർ, ചില പേര് ഹമാസുകാരെയാണെന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് മന്ത്രിയായിരിക്കുമ്പോഴും. അപ്പോൾ അറിയാലോ ഇതിൽ നിന്ന് നീതി എത്രാമത്തെ കിട്ടുന്നു. വന്നപ്പോഴേക്കും നമ്മുടെ മറുനാടിനൊക്കെ എന്ത് ചിരിച്ച് കളിച്ചോടാണ് പത്രസമ്മേളനം നടത്തി അഭിമുഖമാക്കിയത്. കൈയിട്ട് പറഞ്ഞല്ലോ, കോടികളില്ലേ.
ഞാൻ വേട്ടുകാരാ BPL നമ്മുടെ മേനോൻ കണ്ണൂക്കാർ മേനോന് BPL എന്നാൽ ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറി ആ വാക്കർത്ഥം. ഞാൻ പലരോട് ചോദിച്ചു, അവർക്ക് ആർക്കറിയില്ല. ഞാൻ ഇരിക്കും മദ്രാസ് ചെയ്തപ്പോൾ ഷോറൂം കയറിയപ്പോൾ അവരോട് ചോദിച്ചു, ഞങ്ങൾക്കറിയില്ല സാർ, ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറി എന്നാണ് BPL. അത് നല്ല രീതിയിൽ ലോകം അറിയപ്പെടുന്ന രീതിയിൽ പോയതാണ് ഇന്ത്യയിൽ. 10,000, 7,000, 2,000 കോടി സ്വത്തുള്ള അതെല്ലാം മകളുടെ കല്യാണം കഴിച്ച പേരിൽ കളിച്ച് അത് ഇദ്ദേഹം കൈക്കലാക്കി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ആൺമക്കളുണ്ട് 2 പേര്. അവർ കിടക്കുന്ന വെറും 13 കോടിയാണ് അവരെ മൂലധനം. ഇപ്പോൾ 5,000, 6,000 കോടി ഉണ്ടായാൽ ഇവർ തുടങ്ങിയപ്പോൾ 13 കോടിയാണ്. അത്ര കണ്ട് അതെല്ലാം എല്ലാ രീതിയിലും കൈമണ്ണടിച്ചും ഒതുക്കി മേനസാൻ മരിച്ചു എന്ന് ഓർമ്മയിട്ടോ കൈകൾ. പക്ഷെ അങ്ങനെ എല്ലാം വില കൊടുത്ത് വാങ്ങിക്കാവുന്ന രീതിയിൽ എന്തിനെ വിലക്ക് വാങ്ങിക്കാനാണ് പരിപാടി. അപ്പോൾ ഇതും അവർ എല്ലാം കൂടെ പലതും വിലക്ക് വാങ്ങിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ UDFകാരോട് പറയുന്നത്, നിങ്ങൾ ഈ സമുദായത്തെ, ഇത് മുസ്ലിം സമുദായത്തെ ലീഗിന് എന്തെങ്കിലും നക്കാപ്പീച്ച കൊടുത്ത് നിങ്ങൾ വശത്താക്കിയിട്ട് അധികാരം പിടിക്കാമെന്ന് വിചാരിച്ചാൽ അതേക്കാൾ വലിയ പണ്ടത്തെ ലോകത്ത് വരെയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിം ലീഗിന് ഞങ്ങൾ ആകെയുള്ള മുസ്ലിങ്ങൾ 3/1 പ്രാതിനിധ്യമാണ് ലീഗിനുള്ളത്. നിങ്ങൾ കൊടുക്കുന്ന ആകെ കൊടുക്കുന്നതിൽ 3/1 കൊടുക്കാവുള്ളൂ. ഇപ്പം മുസ്ലിങ്ങൾക്ക് 50 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3/1 15, 15, 18, 20 മാക്സിമം. ഒരിക്കലും ഇതിട്ട് കൂടുതൽ കൊടുക്കരുത്. എന്നിട്ട് നിങ്ങൾ കൊടുക്കണവർക്ക് ബാക്കിയുള്ള 30 സീറ്റ് മറ്റ് സമുദായങ്ങൾ, ഈ മുസ്ലിങ്ങളിൽ നിന്നുള്ള മറ്റ് കോൺഗ്രസ്സുകാരിൽ നിന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ സംഗതി അപകടത്തിലാണ്. ഇവിടെ നിങ്ങൾ വിളർന്ന് നിൽക്കുന്ന സിംഹു അലി പാമ്പിനെ പോലെയാണ് ഇവിടെ ക്രിസംഗി, മുസംഗി, കാസ, ഈസ, പിന്നെ മറ്റെല്ലാവരും ചെയ്തിരിക്കുന്നത് നിങ്ങളെ UDF എങ്ങനെ ഇല്ലാതാക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അവർ ആഹമിക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കോടികൾ മുടക്കിക്കൊണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ന്യായമായിട്ട് വോട്ട് വിഹിതം കിടക്കുന്നതില്ല, കന്നനെ കയം കാണിക്കുന്ന പോലെ കിടക്കുന്ന ഈ സമുദായത്തിനാണ്. 40% അത് നിങ്ങൾക്ക് ആ സംശയം നിങ്ങൾ സംഘപരിപാടി നേതാക്കൾ വെച്ചറിയാം, അവർക്കറിയാതെ. ഈ 40% വോട്ട്, ഒരാൾക്ക് ഒരു വോട്ടുള്ളത് മനസ്സിലാക്കണം. ഈ 40% വോട്ടുള്ള ഈ വിഭാഗത്തിൽ നിങ്ങൾ അവസരം കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ശങ്കർ ജയശങ്കർ, അരൂര് ഒരു കാക്ക എന്നിട്ട് കാക്ക ജയിച്ചു, ചോദിച്ചിട്ട് തോറ്റുപോയി. എവിടെ കാക്ക ചോദിച്ച് അവിടെ കമ്മ്യൂണിസ്റ്റുള്ള കൂടുതലുള്ളത്, ഈടുവരം കൂടുതൽ ചെയ്യുക, അവർ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്ത്. പിന്നെ വേറെ സ്ഥലം പറഞ്ഞല്ലോ, അമ്പലപ്പുഴയിൽ ലിജോ നിന്ന് അത് വേറെ സലാം ജയിച്ചു. പറയുന്ന വേണ്ട, സലാമോട് ജയിച്ച് ലിജോ അല്ലേ, ലിജോ സമ്പലാം. അപ്പോൾ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് സലാം എല്ലാം അവിടെ വോട്ട് ചെയ്ത്, കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്ത്, അതും സലാമിലേക്ക് ഒതുക്കാണ്. എന്ത് നീചമായ രീതിയിലാണ് ഈ സമുദായത്തെ കൊച്ചാക്കാൻ മറ്റുള്ള ദൃഷ്ടിയിൽ ചെറുതായി കാണിക്കാൻ ജയശങ്കർ വക്കീൽ ശ്രമിക്കുന്നതയോ. അപ്പം അത് വേണ്ട പോലെ ജയശങ്കര, നിങ്ങൾ ബുദ്ധിയൊക്കെ ദൈവം തന്നിട്ട് സമ്മതിച്ചു. പക്ഷേ ഈ സമുദായത്തെ ഒതുക്കാൻ വേണ്ടി ഇല്ലാത്ത നുണ പറഞ്ഞ 1/9 പ്രതികരിക്കാൻ ശക്തിയുള്ള 10,000-കണക്കിന് വ്യക്തികൾ ഞങ്ങൾ കേരളത്തിൽ വാസത്തുണ്ട്. പക്ഷെ അവരൊന്നും വിഘടനവാദികളോ തീവ്രവാദികളൊന്നുമില്ല. ശാന്തരാണ്, ജനാധിപത്യവാദികളാണ്, മതേതരവാദികളാണ്, സോഷ്യലിസ്റ്റ്വാദികളാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മാതൃരാജ്യമായി കാണുന്ന അതിസങ്കീർണമായ യഥാർത്ഥ വിശ്വാസികളെ 10,000-കണക്കിന് ആൾക്കാരെ ഞങ്ങൾ കേരളത്തിൽ വാർത്തെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 10-6 വർഷമുണ്ട്. അവിടെ ഇനി ജയശങ്കർ അങ്ങനെ നുണ പറഞ്ഞാൽ അത് 1/9 ഉള്ള ഉപ്പേരി പോലെ ഓരോന്നും പറഞ്ഞ് തിരുത്തും അത്രേ ഉള്ളൂ, വഴക്കല്ലായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിലേക്ക് കാണുന്ന വിചാരിക്കുകയാണ്. UDFനോട് പ്രത്യേകം പറയുന്നത് നിങ്ങൾ എണ്ണി പറ്റുന്ന സീറ്റുകളെല്ലാം മാറ്റി വെച്ചിട്ട് അവസാനം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവർക്കും ആനുപാതികമായിട്ട് വോട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ അപകടമാണ്. അറബിക് സർവകലാശാല ഈ മണ്ടനായ ബഷീറും പിന്നെ ഈ മറ്റേ കുഞ്ഞാക്കായും കാണിച്ച പോലെ മണ്ടത്തിലും കാണിക്കരുത്. UDF നേതാക്കൾ പറയാണ്, നിങ്ങളുടെ ഭരണം ഉറപ്പാണ്, സുരക്ഷമാണ്, യാതൊരു സംശയമില്ല. ക്രിസംഗിയും മുസംഗികളും സംഘപരിവാറും BJPയും LDFും എത്ര കളിച്ചോട്ടെ, 38% വോട്ട് കിടക്കുന്ന ഈ കയ്യിലാണ്. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. 31% കിട്ടിയ ഭരിക്കാം. മനസ്സിലാക്കണം. 2 അല്ല, ഇപ്പം 3 തിരിഞ്ഞ് അത്ര ക്വാണ്ടിറ്റി കുറയും.
അപ്പോൾ 31% കിട്ടും, ഭരിക്കാം, ഉറപ്പായിട്ട് ഭരിക്കാം. അവർ 38% ഒരു വിഭാഗത്തിൽ ഏകപക്ഷമായിട്ട് കിട്ടുമ്പോൾ വരണം ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ അവിടെ നിങ്ങളെ ദുഷ്ടത്തിലും കാണിക്കരുത്, നിങ്ങൾ സ്വയം വ്യത്യാസം നോക്കരുത്. നിങ്ങളായിക്കോ, ഒരു നായരനെ മുഖ്യമന്ത്രി ആയിക്കോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ആയിക്കോ, അല്ലെങ്കിൽ ഒരു ഈഴൊരു മുഖ്യമന്ത്രി ആയിക്കോ. ഞങ്ങളെ സംബന്ധിച്ച് 38% വോട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിൽ ഞങ്ങൾ ഒരു ഓഫർ പറഞ്ഞില്ല, ഒരു ഡിമാൻഡ് പറഞ്ഞില്ല, മുസ്ലിമിനെ മുഖ്യമന്ത്രി ആക്കണം പറഞ്ഞില്ല. പിന്നെ സാധ്യത വേണ്ടി ഞാൻ പറഞ്ഞത് നമ്മുടെ ഈടനെ ABC പ്രസിഡന്റും ഷാഫി പറമ്പിലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണിക്കാൻ നിങ്ങൾക്ക്, അതൊന്നും നിങ്ങൾ കാണിക്കില്ല. അത്ര കൊണ്ട് നിങ്ങളുടെ മനസ്സ് വളർന്നിട്ടുള്ള വളരുകയില്ല. നിങ്ങളല്ലേ ഇപ്പോഴും കൂടുതൽ, അല്ലെങ്കിൽ എന്ത് ആനുകൂല്യം കിട്ടിയിട്ടും അത് അത് ഇനി വേണമെന്നല്ലേ. ഇത്രയും ആനുകൂല്യം കിട്ടി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു, ഏതെല്ലാം പേര് സമ്പാദിച്ചു. ഈ മുരളി ഉൾപ്പെടെ, രമേശ് ഉൾപ്പെടെ, കോൺഗ്രസ് എല്ലാ നേതാക്കളും, മറ്റെല്ലാ പാർട്ടി നേതാക്കളുണ്ട്. ഞാൻ BJP കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും കള്ളന്മാർ സമ്പാദിച്ചിട്ടുണ്ട്. പോട്ടെ, എന്നിട്ട് ഇപ്പോഴും മുഖ്യമന്ത്രിക്കാണ് അടിക്കണത്. പാർട്ടിയിൽ എങ്ങനെ 72 സീറ്റ് ഉണ്ടാക്കുന്നില്ല, മുഖ്യമന്ത്രി കളിക്കുകയാണ്, കാല് മാറ്റി കളിക്കുകയാണ്. KC വേണുപോലൊന്നും യാതൊരു ആത്മാർത്ഥ്യവും ഇല്ല. UDF അധികാരത്തിൽ വരുന്ന കുറിച്ച് അയാൾക്ക് മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ BJP നമുക്ക് കുഴപ്പമില്ല. അതാണ് മനസ്സ് പറയുന്നത്, സൈക്കോളജി. അത് മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെയൊക്കെ മനസ്സ് പന്താടിക്കൊണ്ടേ പറഞ്ഞത്, വെറുതെ മണ്ടലായി പറയുന്നില്ല. മൊയ്തീൻ ഷായിൽ പറഞ്ഞത്, മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പാണ്, ബുദ്ധിജീവികളാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരാണ്, രാഷ്ട്രമീമാംസകരാണ്. ഇത് വെറും മുഖ്യകാശൻ്റെ കോൺഗ്രസ്സുകാരല്ല, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അവസാനമായിട്ട് പറഞ്ഞു, ജയശങ്കർ വക്കീലെ പോലുള്ളവരൊക്കെ ദുരാഗ്രഹവും ദുഷ്ടത്വവും ഒക്കെ നിലനിൽക്കട്ടെ. നിങ്ങൾ UDFന് ഭരണം സുരക്ഷിതമാണ്. ഈ ഒരു ഭരണകാലം മാത്രമല്ല, ഇനി വരുന്ന കൊല്ലങ്ങൾ ചെയ്യേണ്ടതാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനം കൂടും. അത് വോട്ടിൻ്റെ അടിസ്ഥാനം നോക്കണം. ജനസംഖ്യ ആനുപാതികം 20% ഈഴവിന് കൊടുക്കാൻ നോക്കിയാൽ സംഖ്യ പറ്റില്ല. അവർ അതിൻ്റെ വോട്ടിൻ്റെ ശതമാനം കണക്കാക്കിയിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് 40% വരുന്ന മുസ്ലിങ്ങൾക്കുള്ള അവർക്ക് ഒരു വീഴ്ച വരുത്തരുത്. അവർ കൂട്ടാണെങ്കിലും ആ എണ്ണ അനുസരിച്ച് കൂടുതൽ കൊടുക്കണ്ട, കൊടുത്ത് മുന്നോട്ട് പോയാൽ UDFന് അധികാരം ഈ പ്രാവശ്യമല്ല, അടുത്ത പ്രാവശ്യമല്ല, പിന്നത്തെ പ്രാവശ്യവും സുരക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തണം. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.